ഞങ്ങളിവിടെ ഇപ്പോൾ സമ്മിറ്റ് എയർപോർട്ട് കയറാൻ പോവാണ്. ലുക്ല എയർപോർട്ട്. ഞങ്ങൾ EPC ട്രക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ലുക്ല എയർപോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇനി കാഠ്മണ്ഡു പോകാനായിട്ടാണ് ഈ ഒരു ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നത്. സമ്മിറ്റ് എയർലൈൻസിലായിരുന്നു ഞങ്ങൾക്ക് ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇവിടെ സർവീസ് നടത്തുന്ന എല്ലാ എയർലൈൻസും ഇതുപോലെ സ്മോൾ ട്വിൻ എഞ്ചിനായിട്ടുള്ള എയർക്രാഫ്റ്റാണ്. കാരണം ഇതുപോലുള്ള മൗണ്ടൻ റേഞ്ചസിൽ, ഇതുപോലെ ഷോർട്ട് റൺവേസ് ഉള്ള മൗണ്ടൻ റേഞ്ചസിലായിട്ടുള്ള സ്ഥലങ്ങൾക്ക് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതുപോലത്തുള്ള ഫ്ലൈറ്റുകളായിരിക്കും. എറൗണ്ട് 8,000 റുപ്പീസാണ് ടിക്കറ്റ് പ്രൈസ് ഞങ്ങൾക്ക് വന്നത്. വെതർ കണ്ടീഷൻ മോശമായിട്ട് വരുവാണെങ്കിൽ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കേണ്ട അവസ്ഥ വരും. ടെൻസിംഗ് ഹിലാരി എയർപോർട്ട് എന്നാണ് ലുക്ല എയർപോർട്ടിൻ്റെ ഒഫീഷ്യൽ നെയിം വരുന്നത്. ഏകദേശം 2845 മീറ്റർ ഓൾട്ടിറ്റ്യൂഡിലാണ് ലുക്ല എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വെറും 527 മീറ്റർ മാത്രം നീളം വരുന്ന ഷോർട്ട് റൺവേ ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എയർപോർട്ട് എന്നാണ് ലുക്ല എയർപോർട്ട് അറിയപ്പെടുന്നത്. ഒരു സൈഡിൽ നല്ല സ്റ്റീപ്പായിട്ടുള്ള മൗണ്ടൈനും മറ്റൊരു സൈഡ് ഡീപ്പായിട്ടുള്ള ഒരു വാലിയും വരുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് മതി എല്ലാം തീരാനായിട്ട്. ഈ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ പേടിയും ടെൻഷനും എല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ടേക്ക് ഓഫിന് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ഈ പ്ലെയിൻ പതിയെ മൂവ് ചെയ്ത് തുടങ്ങുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ റൺവേ എത്ര ഷോർട്ടാണെന്നുള്ളത്. അതുപോലെ തന്നെ സ്പീഡ് വളരെ പെട്ടെന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട്. വെതർ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ടൈമാണെങ്കിൽ മൗണ്ട് എവറസ്റ്റിൻ്റെ ചെറിയൊരു പോർഷനൊക്കെ നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം ഈ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ കിട്ടും. ഇനിയിപ്പോൾ മൗണ്ട് എവറസ്റ്റ് കാണാൻ പറ്റിയില്ലെങ്കിലും വേറെ ഒരുപാട് മൗണ്ടൻ റേഞ്ചസ് നമുക്ക് ഈ വിൻഡോ കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ കാണാം. അപ്പോൾ ചെറിയൊരു എന്താ പറയുക, ഒരു എയർ ഗട്ടറൊക്കെ വരുമ്പോൾ നമുക്കിത് ഇത്തിരി ത്രില്ലിംഗ് ആയിട്ട് തോന്നുമെങ്കിലും അറ്റ് ദ സെയിം മൊമെൻറ്റ് ഇത്തിരി സ്കെയറി ആയിട്ടും തോന്നും. കാരണം ഈ ഒരു ലുക്ല ഫ്ലൈറ്റിനെ കുറിച്ച് ഒരുപാട് ന്യൂസൊക്കെ കേട്ടിട്ടാണ് ഞങ്ങളപ്പോൾ ഈ ഒരു യാത്ര തുടങ്ങിയത്. അപ്പോൾ അതിൻ്റേതായ ഒരു പേടിയും എല്ലാം വരുന്നുണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഇതെല്ലാ കാഴ്ചകളൊക്കെ കണ്ടങ്ങിരിക്കാനും ഒരു സുഖം തന്നെയാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി ആ മഞ്ഞുമലകളെല്ലാം ചെറുതായിട്ട് മാനു കൺമുന്നിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ഒരു സത്യം ഞങ്ങൾ മനസ്സിലാക്കി. എവിടെയോ ചെറിയ രീതിയിൽ ഇമോഷണൽ ഫീലിങ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് 12 ദിവസമായിട്ടുള്ള ഞങ്ങളുടെ EPC ട്രക്ക് അത് അവിടെ അവസാനിക്കുവാണ്. കണ്ണു തുറന്ന മഞ്ഞും മലയും മാത്രമുള്ള ആ ഒരു ലോകം വിട്ടിട്ട് ഇനി ബാക്ക് ടു നോർമൽ ലൈഫ്. ഓഫീസിൽ പോകണം, പണിയെടുക്കണം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ എല്ലാത്തിനോടും ബൈ ബൈ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി.